ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു കൂട്ടം ആളുകൾ കർണാടകയിലെ പ്രഭുക്കന്മാരുടെ ദ്രോഹം സഹിക്കവയ്യാതെ നാടുവിടുന്നു. കാടും മലയും കടന്ന് ചില ഗ്രാമങ്ങളും പട്ടണങ്ങളും കടന്ന് പല നാടുകളിലേക്ക് കുടിയേറിയ അവരിൽ ചിലർ വടക്കൻ കേരളത്തിലെ കണ്ണൂരിലും മറ്റു ഭാഗങ്ങളിലും എത്തുന്നു. മാദിഗർ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അവർ സംസാരിച്ചിരുന്ന ഭാഷയാണ് മാദിഗ ഭാഷ. തുളു, കന്നഡ, തെലുങ്ക്, മലയാളം എന്നീ ഭാഷകളുടെ സങ്കരമാണ് മാദിഗ ഭാഷ. കേരളത്തിലെത്തിയ അവർ അങ്ങനെ കേരളത്തിൽ തന്നെ ജീവിതം ആരംഭിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവരും അവരുടെ പിൻതലമുറക്കാരും മലയാള ഭാഷ പഠിക്കുകയും പയ്യെ പയ്യെ മാദിഗ ഭാഷ മറക്കുകയും ചെയ്തു. അതിനൊരു പ്രധാന കാരണമായി പറയപ്പെടുന്നത് മാദിഗ ഭാഷ ലിപിയില്ലാത്ത സംസാര ഭാഷ മാത്രമായിരുന്നു. ഇന്ന് കേരളത്തിൽ മാദിഗ ഭാഷ സംസാരിക്കുന്ന 2 പേര് മാത്രമേ ഉള്ളൂ. കണ്ണൂരിലുള്ള KP നാരായണനും സഹോദരി രാജപുത്രിയും. ഇരുവരും ഇപ്പോഴും മാദിഗ ഭാഷയിലാണ് പരസ്പരം സംസാരിക്കുന്നത്. എന്നാൽ ചില വർഷങ്ങൾ കൊണ്ട് തന്നെ ഈ ഭാഷയും ഇല്ലാതാകുമെന്ന ഭയത്തിലാണ് ഭാഷാസ്നേഹികൾ. ക്രിസ്റ്റഫർ കാൾഡറിനെ പോലെ ഇവരുടെ തലമുറയും മാദിഗ ഭാഷ സംസാരിക്കാനോ ഭാഷ നിലനിർത്താനോ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മാദിഗ ഭാഷയും നമ്മുടെ കേരളത്തിന് ഒരു മുതൽക്കൂട്ടായേനെ. മാദിഗ ഭാഷ പോലെ തന്നെ മറ്റൊരു ഭാഷയായിരുന്നു യാഗൻ ഭാഷ. അതിങ്ങ് കേരളത്തിലല്ല, മറ്റൊരിടത്ത്. സ്വന്തം ഭാഷയ്ക്ക് വേണ്ടി വളരെയധികം പരിശ്രമിച്ച ഒരു സ്ത്രീയാണ് ക്രിസ്റ്റീന കാൾഡറോൺ. അവരെക്കുറിച്ച് നാളെ പറയാം. നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത് KP നാരായണനും രാജപുത്രിയും സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. ನಾವು ಮುಂದೊಂದು ಎಲ್ಲಿ ಹೋಗಟಂದು ಇಲ್ಲ, ಎಲ್ಲಿ ಹೋಗಿಲ್ಲ. ಮಲ್ಲ ಅನ್ನ ಬರ್ತ ಮಾಡೋದು, ತಂಬೀರಿ ಕೊಡೋದು, ಅಂಟೀರಿ ಕೊಡೋದು, ಎಲ್ಲಿ ಹೋಗಿ ಅತ್ತೆ 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 ದೀರಿಲ್ಲ ಸರಿ.